ഹലോ ഗായ്സ്, എൻ്റെ പേര് രാജേഷ്. ഞാൻ കൊല്ലം ജില്ല കരുനാഗപ്പള്ളിയാണ് നിൽക്കുന്നത്. ഇത് എൻ്റെ സ്ഥലമാണ്. ഞാൻ ഇന്നു മുതൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. അതിന് മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. യൂട്യൂബിൻ്റെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ JCB കുറിച്ചുള്ള കാര്യങ്ങളാണ് യൂട്യൂബിൻ്റെ കണ്ടൻറ്. JCBയുടെ പലതരം വർക്കുകളും ഒക്കെ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത്. അപ്പം ഗായ്സ്, മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ബാക്കി നമുക്ക് എൻ്റെ JCB പരിചയപ്പെടുത്താം. അത് ഞാൻ ഓടിക്കുന്ന JCB ഇത് ഓൾഡ് മിഷനാണ്. ഇത് 2007 മോഡൽ JCB ആണ്. ഇപ്പം ഞാൻ ഏതാണ്ട് ഇത് കണ്ടിന്യൂ ഓടിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. ഇത് നമ്മളുടെ ഓണറുടെ വണ്ടിയാണ്. ഇപ്പം ഓണറുടെ എന്ന് വെച്ചാൽ എൻ്റെ ആശാൻ്റെ വണ്ടിയാണ്. ഇപ്പം നേരത്തെ ഇതെൻ്റെ വണ്ടി ആയിരുന്നു. ഇപ്പം അത് എൻ്റെ ആശാൻ്റെ വണ്ടി മേടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓപ്പറേറ്ററായിട്ട് ഓടുകയാണ് വണ്ടിയിൽ. അപ്പം 2007 മിഷനാണ്. ഇപ്പം മിഷൻ ഏകദേശം 18 വർഷമായിട്ടുണ്ട്. അപ്പം ഏകദേശം ടെസ്റ്റ് കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞിട്ടാണ്. ബാക്കി ഈ വണ്ടിയുടെ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു മിഷൻ്റെ അടുത്ത് വരുമ്പം ആദ്യം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഒരു മിഷനിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളത്, നമ്മളുടെ ഓപ്പറേറ്റർമാർ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ള ആദ്യ ഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത് ഇഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക. ഇതാണ് ഇഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന ഗേജ്. ഈ ഗേജ് നമ്മൾ എടുത്ത് വേസ്റ്റിൻ്റെ അകത്ത് വൃത്തിയായിട്ട് തുടച്ചെടുക്കുക. അത് നമ്മൾ വീണ്ടും തിരികെ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ നമ്മൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഈ ഗേജ് ഇത് കണ്ടോ, ഇതാണ് ഇതിപ്പോൾ ഹൈയിലാണ് കിടക്കുന്നത്. ഇപ്പം ഓയിൽ കൂടുതൽ നോർമലല്ല. നോർമൽ എന്ന് പറഞ്ഞാൽ ഈ വരയും കഴിഞ്ഞ് ഇച്ചിരി കൂടെ നടുക്ക് വരുമ്പോഴാണ് നോർമലാകുന്നത്. ഇതിപ്പോൾ ഹൈ ലെവലിലാണ് കിടക്കുന്നത്. പുതിയ ഓയിലാണ്, ഞാനിപ്പോൾ മാറിയതേ ഉള്ളൂ. അപ്പം ഹെഡിൻ്റെ പണി വന്നപ്പോൾ ഇത് മാറി പുതിയ ഓയിൽ ഒഴിച്ചതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഗിയർ ബോക്സിൻ്റെ ഓയിലാണ്. ഗിയർ ബോക്സിൻ്റെ ഇത്രയും നീളത്തിലുള്ള ഒരു ഗേജാണ്. ഇത് സ്പ്രിങ് കൊണ്ടാണ് അടുത്ത് താഴെ വന്നിട്ട് ഒരു ഗേജുണ്ട്. അപ്പോൾ ഇതാദ്യം നമ്മൾ വൃത്തിയാക്കി, ഇതുപോലെ നമ്മളിതിനെ വൃത്തിയാക്കി ഇതിൻ്റെ അകത്ത് ഗേജിൻ്റെ അകത്തോട്ട് നമ്മളിടുക. ഗേജ് നമ്മൾ ഗേജ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഗേജിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ 1, 2, 3 വര കാണുന്നുണ്ടല്ലോ. ഈ 3 വരയുടെ മേളിൽ നിൽക്കണം. ഇപ്പം നോർമലാണ്. ട്രാൻസ്മിഷൻ ഓയിൽ നോർമലാണ്. അപ്പം ട്രാൻസ്മിഷൻ ഓയിലും ഇപ്പം മാറിയതേ ഉള്ളൂ, പുതിയതാണ്. അടുത്തതായിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്യുക. അതിലിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓൾഡ് JCBക്ക് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ റേഡിയേറ്റർ ഓപ്പൺ ചെയ്യുക. റേഡിയേറ്ററിൻ്റെ ഗ്യാപ്പ് ഓപ്പൺ ചെയ്യുക. നോക്കി കഴിയുമ്പോൾ എന്തെങ്കിലും ഓവർഫ്ലോ വല്ലതും അടിച്ചോ എന്നൊക്കെ നമ്മൾ നോക്കുക. ഇല്ലെന്ന് നോക്കി ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അത്യാവശ്യം വെള്ളം അതേ ലെവലിൽ തന്നെ കിടപ്പുണ്ട്. റേഡിയേറ്ററും അത്യാവശ്യം പണി കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മളത് തിരിച്ച് ഗ്യാപ്പ് തിരിച്ച് അടയ്ക്കാൻ ശ്രദ്ധിക്കണം. അതല്ല നമ്മൾ ധൃതിക്ക് വെച്ചിട്ട് ഗ്യാപ്പ് അടയ്ക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ റേഡിയേറ്ററിൽ വെള്ളം കാണത്തില്ല, അതിന് ഇഞ്ചിന് ഫോളോ ആകും. അതുകൊണ്ട് ഗൈസ്, നമ്മൾ ശ്രദ്ധിക്കണം. ഗ്യാപ്പൊക്കെ നോക്കി ടയറിൽ 1-2 തട്ടുമ്പോൾ നമുക്ക് ഓപ്പറേറ്റർമാർക്ക് ഇതിൻ്റെ അറിയാൻ പറ്റും. ജസ്റ്റ് നോക്കുക. കാരണം ഈ എല്ലാ ഇതിനൊക്കെ വല്ലതും അഴിഞ്ഞിരിപ്പുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ ഏത് വണ്ടിയാണോ എവിടെയാണോ നമ്മൾ ചെയ്യുന്നത്, നമ്മളാദ്യം വണ്ടിയെ ഒന്ന് വന്നിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അതിനെ നമ്മൾ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ പൂജ ചെയ്യുക. ആദ്യം നമ്മൾ പൂജ ചെയ്യുക. അത് നമ്മൾ അരളിപ്പൂവ ഇട്ട് നമ്മൾ
വണ്ടിയിൽ ഇതാണ് ഹൈഡ്രോളിക് ടാങ്ക്. 130 ലിറ്റർ ആണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല, 130 ലിറ്റർ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ കറക്റ്റ് കപ്പാസിറ്റി. പക്ഷേ ഫുള്ള് ഇതുവരെ നമ്മൾ ഒഴിച്ചിട്ടില്ല. പഴയ വണ്ടിയായതുകൊണ്ട് ഓയിൽ ലീക്കായിക്കൊണ്ടിരിക്കും, അതനുസരിച്ച് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം മാക്സിമം ഇതുവരെ ഗേജിൻ്റെ അടുത്ത് വരെയും വന്നിട്ടില്ല, എങ്കിലും അതിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു 5 ലിറ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ താക്കോലെന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു കീ ആണെങ്കിലും ഇത് വലിയൊരു സംഭവം. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ PCB എന്ന് പറഞ്ഞ കമ്പനി ഇതിൽ ഒരുപാട് മെഷീനറീസ് ഉണ്ട്. JCB ഉണ്ട്, റോഡ് റോളറുണ്ട്, ക്രെയിനുണ്ട്. ഇപ്പം നമ്മൾ റോഡ് ഇപ്പോൾ ഹൈവേയുടെ വികസനത്തിന് സംബന്ധിച്ച് ഒരുപാട് മെഷീനറീസൊക്കെ വന്നിട്ടുണ്ടല്ലോ, JCB സംബന്ധമായിട്ടുള്ള ഒരുപാട് പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ എല്ലാ വണ്ടികൾക്കും ഈ ഒരു ഒറ്റ ചാവിയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഒറ്റ ചാവിയാണ് ഏത് വാഹനത്തിനും, JCBയുടെ ഏത് മെഷീനറിക്കും ഈ ഒരു ചാവിയാണ്. ഇതുപോലെ ഇതിനകത്ത് ഇടുക. എന്നിട്ട് നേരെ നമ്മൾ ഇങ്ങനെ തിരിക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് ഇതിനെ കറക്കിയെടുക്കണം. ലോക്ക് കറക്കണം. ഇതുപോലെ ഇങ്ങനെ കറക്കി ഒരുപാട് പിരിയുണ്ട്. ഇങ്ങനെ പിരിച്ച് ഒരുപാട് ത്രെഡുണ്ട്. ആ ത്രെഡ് ചെയ്തെടുക്കുക. ഇതൊരു ബ്രീത്തറാണ്. ഈ കാണുന്ന ഹോള് ബ്രീത്തറാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ എയർ വെളിയിലോട്ട് പാസ് ചെയ്യാനുള്ള ഇതാണ്. കാരണം എയർ കയറി നിൽക്കില്ല, ആ എയർ വെളിയിലോട്ട് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മൾ ഇത് പ്രത്യേകം എല്ലാം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൃത്തിയാണ്. JCBയുടെ മെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വൃത്തിയാണ്. കാരണം ഓയിൽ സീലുകളിൽ കിടന്ന് ഓടുന്ന വണ്ടികളാണ്. അപ്പം നമ്മളെപ്പോഴും എത്രയും മാക്സിമം വൃത്തിയാക്കുക, ആ രീതിയിൽ നമ്മൾ വണ്ടിയെ വൃത്തിയാക്കി വെക്കുക. അതാണ് മെയിൻ. അത് വണ്ടിയായാലും നമ്മളായാലും. ആദ്യം നമ്മൾ ഇത് സെർവോയുടെ ഹൈഡ്രോളിക് ഓയിലാണ്. ഇത് 5 ലിറ്ററാണ്. 68 ആണ്. സിസ്റ്റം 68 ആണ് ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നത്. അത് ഏത് ഗ്രീഡ് 48, 68 ഉണ്ട്. അപ്പോൾ ഞാൻ 68 ആണ് ഇപ്പോൾ ഒഴിക്കുന്നത്. 5 ലിറ്ററിൻ്റെ കുറവുണ്ട്. അപ്പോൾ അത് ഈ 5 ലിറ്റർ ഇതിൽ ഫില്ല് ചെയ്യുകയാണ്. നമ്മൾ സാവധാനത്തിൽ ഇതിൻ്റെ സീല് പൊട്ടിച്ച് അടപ്പ് തുറക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഇത് കവർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇതിൻ്റെ അകത്ത് റീഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ 5 ലിറ്റർ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ചോർപ്പൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒഴിക്കാവുന്നതാണ്. ഇങ്ങനെ ഒഴിക്കാം. അത് നമ്മൾ ഇങ്ങനെ ഒഴിക്കും. ഇത് നമ്മളിതിൽ ഒഴിച്ച് കഴിഞ്ഞ് സാധാരണ നമ്മൾ ഇതിപ്പം ഇവിടെ വീട്ടിൻ്റെ സൈഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ക്യാനിൻ്റെ ഇവിടെ ഉപയോഗിച്ച് ആരെങ്കിലും ആക്രിക്കാർക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ അവരെടുത്തുകൊണ്ട് പോട്ടെ. അവർക്ക് അങ്ങനെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന കുഴപ്പമില്ല. അപ്പം നമ്മളിത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്തെടുത്താലും അതിനെ തിരിച്ച് നമ്മൾ അടയ്ക്കുകയോ ഫിറ്റ് ചെയ്യുകയോ മുറിക്കുകയോ അത് ശ്രദ്ധിക്കുക എപ്പോഴും. അതാണ് മെയിൻ. അത് കഴിഞ്ഞുള്ളതാണ് നമ്മൾ എന്തും ധൃതി കാണിക്കണം. അപ്പോൾ നമ്മൾ ഇത് തിരിച്ച് നമ്മൾ ഇത് ഗ്യാപ്പ് ഇടുകയാണ്. ഗ്യാപ്പ് ഇടുമ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ 2007 ഓൾഡ് മെഷീനാണ്. അതിന് നമ്മൾ മാക്സിമം വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇത് പഴയ മെഷീൻ ആയതുകൊണ്ട് പുതിയ മെഷീൻ്റെ രീതിയിലുള്ള സിഗ്നലൊന്നും കേൾക്കത്തില്ല. അപ്പോൾ നമ്മൾ താക്കോല് തിരിക്കുക. ഇതിന് ശേഷം നമ്മൾ അതിന് ഇതിൻ്റെ ഡോറും കാര്യങ്ങളും ഓപ്പൺ ചെയ്യുക. ഇങ്ങനെയാണ് ഡോറ്. ലോക്ക് ഉണ്ടാകും, ലോക്ക് പോയിരിക്കുക. ഇങ്ങനെയാണ് ഡോറ് ഓപ്പൺ ചെയ്യുന്നത്. ബാക്ക് ഡോറ് നമ്മൾ ഇവിടെ ഇതിന് വലിയ 2 പിടി കൊടുത്തിട്ടുണ്ട്, ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ ഹാൻഡിൽ പിടിച്ച് പതുക്കെ നൈസായിട്ട് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. പുതിയ മോഡൽ മെഷീന് വേറെ രീതിയാണ്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഓൾഡ് മെഷീൻ്റെ സൗണ്ടാണ്. ഓൾഡ് മെഷീൻ്റെ സൗണ്ട് കേട്ടത്.
വെച്ചാണ് ഒക്കെ മാറ്റാൻ പോകണം. അപ്പോൾ നമുക്ക് പറഞ്ഞു പോലെ അമ്പത് മതി. ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്. 50 കയറ്റി അടിക്കുന്നത്. ബാക്കിയെല്ലാം ചെക്ക് ചെയ്യുകയാണ് നമ്മൾ. ഇനി ഡിസ്ക് മാറ്റണം.